ഹായ്, ഞാനിപ്പോൾ വൈക്കം ബോട്ടിയെട്ടിയിലാണ്. ഇന്നത്തെ യാത്ര വൈക്കത്ത് നിന്ന് സോളാർ ബോട്ടിലേക്ക് അപ്പുറത്തെ കടവ് വരെയുള്ള യാത്രയാണ്. വൈക്കം ബോട്ടിയെട്ടിയിൽ നിന്ന് അപ്പുറത്തെ കടവ് എന്ന് വെച്ചാൽ തവണക്കടവ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അതൊരു ആലപ്പുഴ ജില്ലയാണ്. ഇത് വൈക്കം കോട്ടയം ജില്ല. അങ്ങനെ 6 രൂപയുടെ ടിക്കറ്റൊക്കെ എടുത്തു. ഇതാണ് നമുക്ക് പോകാനുള്ള സോളാർ ബോട്ട്. ഈ ബോട്ടിന് പ്രത്യേകതയുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോട്ടാണിത്. ആദ്യത്തെ സോളാർ ബോട്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നിന്നാണ് പേര് ആദിത്യ എന്ന് വെച്ചാൽ സൂര്യൻ. ആ പേരിൽ നിന്നാണ് ബോട്ടിന് പേരിട്ടേക്കുന്നത്, സൂര്യൻ. അതുപോലെ തന്നെ ആദിത്യ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ആദിത്യ എന്നൊരു പേര് വരുന്നുണ്ട്. ആ രീതിയിലും ബോട്ടിന് അങ്ങനെ പേര് വന്നെന്ന് നമുക്ക് അനുമാനിക്കാം. ഇതാണ് നമ്മുടെ ടിക്കറ്റ്. 6 രൂപയാണ് റേറ്റ് വരുന്നത്. ബോട്ട് എപ്പോഴും ലഭ്യമാണ്. നമുക്കിവിടെ ജങ്കാറുണ്ട്, ബോട്ടുണ്ട്, സോളാർ ബോട്ടുണ്ട്, സാധാ ബോട്ടുണ്ട്. നല്ല അടിപൊളി കിടുക്കാച്ചി പാട്ടൊക്കെയാണ് ഇട്ടേക്കുന്നത്. നല്ലൊരു ആംബിയൻസ് ആണ്, നല്ല അടിപൊളി. ഇത് പുതിയ ബോട്ടാണ്. ബോട്ടിൻ്റെ ഇത് കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ജെട്ടി. ആ സൈഡിലാണ് ജങ്കാറ് വരുന്നത്. നല്ല അടിപൊളി സീറ്റിംഗ് ഒക്കെയാണ്. 75 പേരുടെ കപ്പാസിറ്റിയാണ് ബോട്ടിനുള്ളത്. നല്ല വിശാലമായ ബോട്ടാണ്, പുതിയ ബോട്ട്. ഈ ബോട്ടിന് ഒരു മാസത്തെ പോലും പഴക്കമില്ലെന്ന് തോന്നുന്നത്. കിടുക്കാച്ചി ബോട്ട്, പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ബോട്ടാണിത്. നല്ല കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് വേമ്പനാട് കായലിലൂടെ. ഇതൊരു ഏകദേശം 3 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. റണ്ണിങ് ടൈം 20 മിനിറ്റോളമാണ് എടുക്കുന്നത്. റണ്ണിങ് ടൈം ഈ ബോട്ടിന് പോയിട്ട് ഈ ബോട്ടിന് തന്നെ നമുക്ക് തിരിച്ചു വരാം. അവിടെ തന്നെ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് അവിടെ തന്നെ ഒരു 5 മിനിറ്റ് ഗ്യാപ്പ് കിട്ടും. നമുക്ക് ആ സമയത്ത് ടിക്കറ്റ് എടുത്തിട്ട് ഈ ബോട്ടിന് തിരിച്ചു വരാം. ഇതല്ലാതെ സാധാ ബോട്ടും ലഭ്യമാണ്, പിന്നെ ജങ്കാറും ലഭ്യമാണ്. ജങ്കാറിൽ കയറാത്തവർക്കൊക്കെ ജങ്കാറിൽ കയറി യാത്ര ചെയ്യാവുന്നതാണ്. അടിപൊളി എക്സ്പീരിയൻസ് നൽകുന്ന ഒരു യാത്രയാണ്. പിന്നെ സീറ്റിൻ്റെ അടിയിലെല്ലാം പുതിയ ലൈഫ് ജാക്കറ്റ് വെച്ചിട്ടുണ്ട്. ഇതുവരെയായിട്ട് അത് പൊട്ടിച്ചിട്ട് പോലുമില്ല. ശരിക്കും ബോട്ട് യാത്ര ചെയ്യുമ്പോൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടാണ് യാത്ര ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ഒന്നും ലൈഫ് ജാക്കറ്റ് യൂസ് ചെയ്യുന്നൊന്നും കാണാറ് പോലുമില്ല. ലൈഫ് ജാക്കറ്റ് എല്ലാം ഇതിൻ്റെ അടിയിൽ തന്നെയാണ് കാണുന്നത്. നല്ല ആംബിയൻസ് ആണ് ഈ ബോട്ടിലുള്ള യാത്ര. ഞാൻ ആദ്യമായിട്ടാണ് സോളാർ ബോട്ട് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വൈക്കം ഭാഗത്തേക്ക് വരുന്നൊരു ജങ്കാറാണ് കാണുന്നത്. ജങ്കാറാണോ ബോട്ടാണ്? ആ ജങ്കാർ തന്നെയാണ്. ഇതാണ് ജങ്കാർ. ബോട്ടിനേക്കാളും കൂടുതൽ സമയം ജങ്കാർ യാത്രയ്ക്ക് എടുക്കും. നമുക്ക് അടിപൊളി ആസ്വദിച്ച് വൈകുന്നേരമൊക്കെ ഒരു 6 മണി ആ സമയത്തൊക്കെ ജങ്കാറിൽ കയറുവാണെങ്കിൽ പൊളിയായിരിക്കും. നല്ല വെയിലും ഇല്ല, നല്ല അടിപൊളി സൂര്യനൊക്കെ അസ്തമിച്ച് വരുന്ന ഒരു കണ്ടുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യും. ഇതാണ് നമ്മുടെ ലൈഫ് ജാക്കറ്റ് ഇരിക്കുന്നത്. നല്ല ഫ്ലോറൊക്കെയാണ്. ഒരു ബോട്ട് വരികയാണ്, അടുത്തൊരു ബോട്ട്. വൈക്കം ഭാഗത്തേക്ക് പോകുന്നൊരു ബോട്ട്. വൺ സൈഡ് ബോട്ടേ പോയിട്ട് തിരിച്ച് വൺ സൈഡ് ജങ്കാറി വരുന്നതായിരിക്കും. അതായത് നമുക്ക് രണ്ടും ആസ്വദിക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ സോളാർ ബോട്ടും നോർമൽ ബോട്ടിലും കയറണം. നമ്മുടെ ട്രഡീഷണൽ ബോട്ടുകളിൽ നമ്മളൊന്ന് കയറണം. ഇതാണ് അതിൻ്റെ ക്യാബിൻ. അങ്ങനെ ഞാൻ ടിക്കറ്റ് എടുത്ത് വീണ്ടും ഈ ബോട്ടിൽ തന്നെ ഞാൻ തിരിച്ച് വൈക്കത്തേക്ക് പോവുകയാണ്. അവിടെ നിന്നൊരു പാക്കറ്റ് കടലയൊക്കെ മേടിച്ചു, നല്ല ഫ്രഷ് കടല. അങ്ങനെ തിരിച്ചുള്ള യാത്രയിലാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വൈക്കത്ത് എത്തിച്ചേരുന്നതാണ്. നല്ല പാട്ടൊക്കെ കേട്ട് അടിപൊളി. 6 രൂപയാണ് റേറ്റ് വരുന്നത്, വെറും 6 രൂപ. ഇതൊക്കെ എങ്ങനെ മുതലാവുമെന്ന് തന്നെയാണ് ആലോചിക്കുന്നത്. ഈ ബോട്ടിന് ഒരു 2 കോടിയെങ്കിലും വില കാണുമായിരിക്കും. അങ്ങനെ നമ്മൾ വൈക്കത്ത് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പുറത്തിറങ്ങി. ഇതാണ് ഇതിൻ്റെ മുൻവശം, ബോട്ടിയെട്ടിയുടെ മുൻവശം. അപ്പോൾ അടുത്ത